നമസ്കാരം. ലോകത്തെ നടുക്കിയ വയനാടൻ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് മാസങ്ങൾ പിന്നിടുന്നു. ദുരിതബാധിതർ ഇപ്പോഴും ജീവിതത്തോട് പൊരുത്തപ്പെടാൻ, സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുകൾ വന്നിരുന്നു. ഇക്കുറി ഓണത്തിന് കാര്യമായ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളും പുറത്തു വന്നു. ഇങ്ങനെ മാറ്റിവെച്ച ആഘോഷങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കായിക വിനോദമാണ് വള്ളംകളി. നമുക്കറിയാം, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമട കായലിൽ അരങ്ങേറാറുള്ള ജലമാമാങ്കമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് അഥവാ NTBR. ചാച്ചാജി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പോട് കൂടിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കാൻ ഓരോ ബോട്ട് ക്ലബ്ബുകളും വീറും വാശിയും വെച്ച് ജലത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ ഒരു ടീമിൽ 100-ലധികം പേർ മത്സരിക്കുന്ന മറ്റൊരു കായിക വിനോദം ഇല്ല എന്നത് ഏറെ കൗതുകമുണർത്തുന്നതും എടുത്തു പറയേണ്ടുന്നതുമായ ഒരു കാര്യമാണ്. വ്യക്തിപരമായി പറയട്ടെ, ഞാനും ഒരു വള്ളംകളി പ്രേമിയാണ്. നെഹ്റു ട്രോഫി മാറ്റിവെച്ചു എന്നും നെഹ്റു ട്രോഫിക്ക് തൊട്ടു പിന്നാലെ ഓരോ ആഴ്ചയും പലയിടങ്ങളിൽ വെച്ച് നടക്കാറുള്ള CBL അഥവാ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ ഇക്കുറി ഉണ്ടാവുകയില്ല എന്ന വാർത്തയും അക്ഷരാർത്ഥത്തിൽ എല്ലാ ജലോത്സവ പ്രേമികളെയും നിരാശയിലാക്കി. എന്നാൽ അതിന് ദിവസങ്ങൾക്ക് ശേഷം അറിഞ്ഞ വാർത്ത ഇത്തവണ NTBR ഉണ്ടാവില്ല എന്നതായിരുന്നു. ഇത് ജലോത്സവ പ്രേമികളെ മാത്രമല്ല, ഇതിനായി പരിശീലനം നടത്തി കാത്തിരുന്ന എല്ലാ ക്ലബ്ബുകളെയും ഒന്നായി പിടിച്ചുലച്ചു. എന്നാൽ ഇപ്പോൾ NTBR സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച ദിവസം നടക്കുമെന്ന തീരുമാനത്തിൽ അധികാര നേതൃത്വം എത്തി. നെഹ്റു ട്രോഫിക്കായി 1 കോടി രൂപ അനുവദിക്കും എന്ന അറിയിപ്പുമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. എൻ്റെ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നിയേക്കാം, വള്ളംകളിയിൽ ഇത്ര ആവേശമൊക്കെ വേണോ എന്ന്. വള്ളംകളി ഇനി ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ കുട്ടനാട്ടുകാരനായ ജിംസൺ ജോൺ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ വള്ളംകളിയോട് അദ്ദേഹമടങ്ങുന്ന ജലോത്സവ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്കുള്ള വികാരം പങ്കുവച്ചു. ഞാനത് പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. വള്ളംകളിയെക്കുറിച്ചാണ്. കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ വട്ടമിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് മാസം 2-ാം ശനി. മറ്റാഘോഷങ്ങളെല്ലാം ഒരുപടി താന്നിരിക്കും. ഇത്തവണയും വലിയ പ്രതീക്ഷകളോടെ, അതിലുപരി വീറും വാശിയുമോടെ ക്ലബ്ബുകളെല്ലാം മാസങ്ങൾക്ക് മുൻപേ പരിശീലനം തുടങ്ങി. ഇതൊരു നാടിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ആഘോഷമാണ്. കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ എല്ലാ കുട്ടനാട്ടുകാരെയും ഒന്നിപ്പിക്കുന്ന ആഘോഷം. തലയ്ക്ക് മീതെ വെള്ളമാണെങ്കിലും ആ വെള്ളം ബണ്ട് കെട്ടി തടഞ്ഞു നിർത്തി ആ ചെളിക്കുണ്ടിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും തങ്ങളുടേതായ മറ്റു പല ചെറിയ വരുമാന മാർഗങ്ങളിൽ നിന്നാണെങ്കിലും അതിൽ നിന്നെല്ലാം മിച്ചം പിടിച്ച് ഈ ആഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ വള്ളംകളി പ്രേമികളെല്ലാം ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തം സംഭവിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ കൂരയ്ക്ക് മേലെ വെള്ളവുമായി ഒന്നാകെ മുങ്ങിപ്പോയ ഒരു നാട് വിട്ട് കുറച്ച് മാസങ്ങളിലേക്കാണെങ്കിൽ പോലും പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ അനുഭവിച്ചവരാണ് കുട്ടനാട്ടുകാർ. വർഷാവർഷങ്ങളുള്ള വെള്ളപ്പൊക്കം ഇന്ന് വലിയ പുത്തിരിയൊന്നുമല്ലെങ്കിലും മറ്റാരെയുംകാൾ നന്നായി കുട്ടനാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും എല്ലാം നഷ്ടമാകുന്നതിൻ്റെ വേദനയുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് കുറേയേറെ നഷ്ടങ്ങൾ സഹിച്ചെങ്കിലും തൽക്കാലത്തേക്ക് വള്ളംകളി മാറ്റുന്നു എന്ന സർക്കാർ തീരുമാനത്തോട് സഹകരിച്ച് എല്ലാ ക്ലബ്ബുകളും പരിശീലനമൊക്കെ താൽക്കാലികമായി നിർത്തിയതും ടീമിനെ പിരിച്ചുവിട്ടതുമൊക്കെ താൽക്കാലികമായി മാത്രം. ഇന്നോ നാളെയോ മാറ്റിവെച്ച തീയതിയിൽ ഒരു തീരുമാനമാവുമെന്ന പ്രതീക്ഷയോടെ. എന്നാൽ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രീയ ലാഭേച്ഛയോടെ ഒരു വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. നെഹ്റു ട്രോഫിയോളം വരില്ല കേരളത്തിലെ ഒരു ജലമേളയും. മന്ത്രിയുടെ നാട്ടിൽ ജലമേളയാവാമെങ്കിൽ ഇവിടെ വള്ളംകളിയുമാവാം. വിഷയം പുറത്തു വന്നത് മുതൽ പലരും ഏറ്റെടുത്തുകൊണ്ടാവാം ന്യായീകരണവുമായി മന്ത്രി എത്തിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി കളക്ടർ വേണമത്രേ അത് തീരുമാനിക്കാൻ. വെള്ളത്തിലെ ഒളിമ്പിക്സ് എന്ന് പേര് കേട്ട ഈ ജലമാമാങ്കത്തിന് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം ചുറ്റിപ്പറ്റിയുള്ള ടൂറിസം മാപ്പിൽ ഈ ജലമാമാങ്കത്തിനുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് ചിലർക്കെങ്കിലും അറിവില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതൊക്കെയും. അതങ്ങനെയാണ്. നെഹ്റു ട്രോഫിയുടെ അനന്ത സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്കിനിയും സാധിച്ചിട്ടുണ്ടോ? മാറി മാറി വന്ന സർക്കാരും സംവിധാനങ്ങളും നെഹ്റു ട്രോഫി വള്ളംകളിയെ വേണ്ട പ്രാധാന്യത്തോടെ പരിഗണിച്ചിട്ടുണ്ടോ? വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? എന്തിന് മീഡിയ സംവിധാനങ്ങൾ പോലും ചുരുക്കം ചില ചാനലുകൾ ഒഴിച്ചാൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും ഈ വള്ളംകളിക്ക് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ അനിശ്ചിതത്വം.
ഇല്ലായ്മയിൽ നിന്നും മിച്ചം പിടിച്ച് കൂട്ടായ്മയിലുള്ള നാടിൻ്റെ ഒരു ആഘോഷം എന്നതുകൊണ്ട് തന്നെ ഈ ആഘോഷം എന്ത് കാരണം കൊണ്ടായാൽ തന്നെയും മാറ്റിവെക്കുന്നത് പോലും കുട്ടനാട്ടുകാർക്ക് ചിന്തിക്കാനാവില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇതിന് നടക്കുമോ ഇല്ലയോ എന്ന് പോലും സംശയമുള്ള തരത്തിൽ വാർത്തകൾ വരുന്നത്. ചുരുക്കത്തിൽ കാര്യം ഇത്രയേ ഉള്ളൂ. ആര് തീരുമാനിച്ചാലും അനിശ്ചിതത്വങ്ങളൊക്കെ മാറ്റി നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി ഉടൻ പ്രഖ്യാപിക്കണം. അതിൽ കുറഞ്ഞതൊന്നും ഒരു വള്ളംകളി പ്രേമിയും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തീയതി പ്രഖ്യാപിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ എല്ലാവരും ശബ്ദമുയർത്തുകയാണ് സാധ്യമായ വേദികളിലൊക്കെ. അതെ, എത്രയും വേഗം ഉചിതമായ തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ജിംസൺ ജോൺ. എന്തായാലും ജിംസൺ ജോൺ അടങ്ങുന്ന മറ്റെല്ലാ ജലോത്സവ പ്രേമികൾക്കും സന്തോഷിക്കാൻ അവസരമുണ്ടായി. അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നില്ല. ഇക്കുറി സെപ്റ്റംബർ മാസം 28-ാം തീയതി നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ തുടക്കത്തിലെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ഞാനും ഒരു വള്ളംകളി പ്രേമിയാണ്, കുട്ടനാട്ടുകാരനാണ്. വള്ളംകളി അടുക്കാറാകുമ്പോൾ, അതും മാസങ്ങൾക്കും മുമ്പേ കുട്ടനാടിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഓരോ മുക്കിലും മൂലയിലുമെല്ലാം വള്ളംകളി ക്ലബ്ബുകളുടെ പേര് പറഞ്ഞുള്ള നാട്ടുവർത്തമാനങ്ങളും വാശിയുമാണ്. ബോട്ടിലും വെള്ളത്തിലും വള്ളങ്ങളിലും വഴിക്കവലകളിലുമെല്ലാം വള്ളംകളി എന്ന ഒരേ വികാരമായിരിക്കും. എന്തിനേറെ കൊച്ചുകുട്ടികളിൽ പോലും സ്വന്തം കര സ്വന്തം ക്ലബ്ബ് എന്ന ആവേശമുണ്ടാകും എന്നുള്ളതാണ്. എല്ലാം വള്ളംകളി കഴിയുന്നത് വരെ മാത്രം. ഒരിക്കൽ NGBR മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞു തോർക്കുന്നു, അടുത്ത വള്ളംകളിക്ക് നമ്മൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്നതിൽ യാതൊരു ഉറപ്പുമില്ല, എന്നാൽ ഇത്തവണത്തെ ഈ കളി നമ്മൾ അടിച്ചു പൊളിക്കുമെന്ന്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ ജനത. ഈ വികാരങ്ങളെക്കാളൊക്കെ ഉപരി കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് NGBRും CBLും ഒക്കെ നൽകുന്ന നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല. എന്തായാലും ഇക്കുറി നെഹ്റു ട്രോഫി ഉണ്ട് എന്നതിൽ തർക്കമില്ല. ജിംസൺ ജോൺ പങ്കുവെച്ചതുപോലെ NGBR പോലെയുള്ള മത്സര ഇനങ്ങളെ വേണ്ട വിധം പരിഗണിക്കാൻ, അത് വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ അധികാരികൾ മുൻകൈ എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.